അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്ര പ്രസിദ്ധമായ ഫറൂഖ് സമ്മേളനത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്തു. ഫറൂഖ് സമ്മേളനത്തിന് ശേഷമാണ് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മറ്റൊരു ചരിത്ര പ്രസിദ്ധമായ ഒരു സമ്മേളനം വരുന്നത്, കാര്യവട്ട സമ്മേളനം. കാര്യവട്ടം എന്ന് പറയുന്ന സ്ഥലം നമുക്ക് അറിയാം. മഹത്തായ ചരിത്ര പ്രസിദ്ധമായ 16-ാം സമ്മേളനം നടന്ന കാര്യവട്ട സമ്മേളനം പെരിന്തൽമണ്ണ, കാര്യവട്ടം എന്ന് പറയുന്ന സ്ഥലം പെരിന്തൽമണ്ണയിലെ മേലാറ്റൂർ എന്ന് പറഞ്ഞാൽ ജാമിഅ നൂരിയ, പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയുടെ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തുള്ളതാണ് പട്ടിക്കാട് ഈ കാര്യവട്ടം എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഇങ്ങനെ ഒരു സമ്മേളനം 1945 മെയ് 27-28 തീയതികളിൽ നടത്താനുണ്ടായ കാരണം, ഒന്ന്, മഹാനായ സമസ്തയുടെ താങ്ങും തണലുമായ മൗലാന അബ്ദുൽ ഖാദർ ഫളഫരി എന്നവരുടെ വഫാത്ത്, അതേപോലെ തന്നെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മഹാനവരുകൾ രോഗബാധിതയായി. ഈ കാര്യങ്ങളൊക്കെ വഹാബികളെ വല്ലാണ്ട് സന്തോഷിപ്പിച്ചു. വഹാബിസത്തിന്റെ ആശയങ്ങൾ പാമര ജനങ്ങളിലേക്ക് എത്തിക്കാൻ തടയിടുന്ന ഈ പ്രഗത്ഭരായ പ്രോജ്വലരായ പണ്ഡിത മഹത്തുക്കളുടെ വിയോഗവും രോഗവും വഹാബികളെ വല്ലാണ്ട് സന്തോഷിപ്പിച്ചു. അവർ അത്തൗഹീദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. ഈ സാഹചര്യത്തിൽ വഹാബികളുമായിട്ട് വാദപ്രതിവാദം നടത്തണം. പാമര ജനങ്ങളെ വഹാബികളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയുമാണ് മെയ് 27-28 തീയതികളിൽ സമ്മേളന പരിപാടിയും 29-ന് വഹാബികളുമായിട്ട് അവരുടെ ഗ്രന്ഥമായ അത്തൗഹീദിനെ അടിസ്ഥാനമാക്കിയിട്ടൊരു വാദപ്രതിവാദം നടത്താനും തീരുമാനിച്ചു. പക്ഷേ 27-28 തീയതികളിൽ സമ്മേളനം നടക്കലോടുകൂടെ വഹാബികൾ മല്ലേ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഇന്നും കാണാലോ, മുങ്ങൽ പരിപാടി വഹാബിസത്തിന് പണ്ടേ പറഞ്ഞതാണല്ലോ. മഹാനായ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് മംഗലാപുരത്ത് വെച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ വഹാബികൾ ചോദിച്ചു, 3/4 ഗണ്ട കഴിഞ്ഞിട്ട് പറഞ്ഞു തന്നാൽ മതിയോ എന്ന്. പറഞ്ഞാൽ 45 മിനിറ്റ്, 3/4 മണിക്കൂർ കഴിഞ്ഞ് പറഞ്ഞു തരാമെന്ന്, മംഗലാപുര ഭാഷയിൽ 3/4 ഗണ്ട കഴിഞ്ഞ് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടും എന്താക്കിയില്ല. അവരെ കാണാതിരിക്കുമ്പോൾ മഹാനായ ശംസുൽ ഉലമ ചോദിച്ചു, എവിടെ പോയിടോ ഈ 3/4 ഗണ്ടകൾ എന്ന്. എന്നും നമുക്കറിയാം, മംഗലാപുരം ഭാഗത്ത് പോയാൽ മുജാഹിദ് എന്നോ സലഫി എന്നോ ഇങ്ങനെ ഒന്ന് പറഞ്ഞാലും മനസ്സിലാവുകയില്ല. പക്ഷെ 3/4 ഗണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അത് മഹാനായ ശംസുൽ ഉലമ വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്ക് വെച്ച പേരാണ്. അപ്പൊ ഇത് പതിവാണ്. അങ്ങനെ ഈ സമ്മേളനത്തിലും മഹത്തായ കാര്യവട്ട സമ്മേളനത്തിലും ഇവരുമായിട്ട് മെയ് 29-ന് നടക്കേണ്ട വാദപ്രതിവാദത്തിൽ നിന്ന് ഇവർ മെല്ലെ മുങ്ങാൻ തുടങ്ങി. അപ്പൊ പിന്നെ മഹത്തായ സമ്മേളനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം ഇവർ എത്തിച്ചപ്പോ, മഹാന്മാരായ പണ്ഡിതന്മാർ എത്തിച്ചപ്പോ, പിന്നെ ഒരു കാര്യവട്ട സമ്മേളനത്തിന്റെ 3-ാം ദിവസത്തിന് എന്തുണ്ടായില്ല, ഒരു ആവശ്യമുണ്ടായില്ല. പിന്നെ ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ന് കേരളക്കരയിൽ 10,000-ഓളം വരുന്ന മദ്രസകൾ, 10 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ, 1 ലക്ഷത്തോളം വരുന്ന ഉസ്താദുമാർ, ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിലൂടെ പോകുന്ന മഹത്തായ ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ്, ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ഇസ്ലാമിക മതവിദ്യാഭ്യാസ ബോർഡ്, സമസ്തയുടെ കീഴ്ഘടകമായ മതവിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കാൻ മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ആ പ്രസിദ്ധമായ പ്രസംഗം ഉണ്ടായത് ഈ സമ്മേളനത്തിൽ വെച്ചാണ്. ഇങ്ങനെ മഹത്തായ സമ്മേളനങ്ങൾക്ക് ഈ മഹത്തായ സമ്മേളനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സമസ്തയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാവുന്ന പല ചരിത്രങ്ങളും നാം അറിയാതെ പോകുന്ന പല ചരിത്രങ്ങളുമുണ്ട്. മഹാപണ്ഡിതൻ മർഹൂം ശംസുൽ ഉലമാ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ആയിരുന്നു കാര്യവട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. പ്രസിഡന്റ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് രോഗം മൂലം പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. വൈസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ ബാരി ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് സമ്മേളന പരിപാടികൾ നടത്തിയത്. വഹാബികൾക്കെതിരെ
പടയോട്ടം നയിച്ച റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ രംഗത്ത് വന്നതും കാര്യവട്ട സമ്മേളനത്തിലാണ്. ഇത് രണ്ടാമത്തെ ഒരു പ്രത്യേകതയാണ്. കാരണം റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എന്ന് പറയുന്നത് മഹാനായ മഹാപണ്ഡിതനാണ്. വഹാബികൾക്കെതിരെ പടപൊരുതിയ പടയോട്ടം നടത്തിയ മഹാനായ മനുഷ്യൻ. ആ മനുഷ്യൻ രംഗപ്രവേശനം നടത്തുന്നതും ഈ സമ്മേളനത്തിലാണ്. മെയ് 27 അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് രണ്ട് പ്രഗത്ഭരായ വ്യക്തികളാണ് രംഗത്ത് വരുന്നത്. ഒന്ന് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, മറ്റൊന്ന് മഹാനായ ഖായിദുൽ ഖൗമ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അല്ലാഹു തആല മഹാന്മാരുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. 27 ഞായറാഴ്ച രാവിലെ കൃത്യം 8 മണിക്ക് കാര്യവട്ടം ജുമാഅത്ത് പള്ളിയുടെ മുകളിൽ വെച്ചാണ് മൗലാന ഖുതുബി ഉസ്താദിന്റെ നേതൃത്വത്തിൽ അഥവാ അധ്യക്ഷതയിൽ മുഷാവറ യോഗം ആരംഭിച്ചത്. പ്രമേയങ്ങൾ ആലോചനകൾക്കിടയിൽ ളുഹുറിസ്കാരത്തിന് വേണ്ടി നിർത്തിവെച്ചു. യോഗം മൗലാന അബ്ദുൽ ബാരി ഉസ്താദ് അവരുടെ അധ്യക്ഷതയിൽ വീണ്ടും 2 മണിക്ക് ആരംഭിച്ചു. ഒരുപാട് പ്രമേയങ്ങൾ ഇതിൽ പാസ്സാക്കിയിട്ടുണ്ട്. ആ മഹത്തായ സംഗമം ആദ്യം ആരംഭിച്ചു 10 മണിക്ക് ആരംഭിച്ചതായ മഹാനായ മൗലാന ഖുതുബി ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മഹത്തായ യോഗം ഒരുപാട് പ്രമേയങ്ങളൊക്കെ ചർച്ച ചെയ്തു. ളുഹുറിസ്കാരത്തിന് വേണ്ടി നിർത്തിവെച്ചു. മൗലാന മുഹമ്മദ് അബ്ദുൽ ബാരി ഉസ്താദ് അവരുടെ അധ്യക്ഷതയിൽ വീണ്ടും 2 മണിക്ക് ആരംഭിച്ചു. പ്രമേയങ്ങളെ സംബന്ധിച്ച് വാദപ്രതിവാദങ്ങൾ നടന്നു, മികവുറ്റ ചർച്ചകൾ നടന്നു. അങ്ങനെ അവസാനം പല ചർച്ചകൾക്കും ശേഷം ഒരുപാട് പ്രമേയങ്ങൾ പാസാക്കി. പിന്നെ 28 രാവിലെ 7 മണിയാകുമ്പോഴേക്കും വിശാലമായ അലങ്കൃതമായ പന്തൽ പരിസരങ്ങൾക്ക് സന്ദർശകരാലും പൊതുജനങ്ങളാലും നിബിഡമായിരുന്നു. സമ്മേളനകേരി കാണാൻ വരുന്നവർ, സമ്മേളനത്തിന് വേണ്ടി കടന്നു വരുന്നവർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ അതിലുണ്ടായിരുന്നു. ഇങ്ങനെ മഹത്തായ ഈ ചരിത്ര പ്രസിദ്ധമായ സമ്മേളനം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപരവും കർമ്മപരവുമായ സംഗതികളിൽ അടങ്ങിയതും 1 മുതൽ 10 വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മതപഠനാവശ്യം ഒരു പാഠശാല ഉടനെ തയ്യാറാക്കണമെന്നും പാഠാവലി ഉടനെ തയ്യാറാക്കണമെന്നും ഉണർത്തിക്കൊണ്ടുള്ളതായ ദീർഘമായ പ്രസംഗം മഹാനായ ഖായിദുൽ ഖൗമ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ആ സമ്മേളനത്തിൽ വെച്ചിട്ട് പറഞ്ഞു. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസവും കർമ്മവും സംഗതികൾ അടങ്ങുന്നതായിരുന്നു അന്നത്തെ ആ മഹാമനുഷ്യ പ്രസംഗം. ആ മഹാമനുഷ്യ അന്ന് പറഞ്ഞു, 1 മുതൽ 10 വരെ സ്കൂളുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികൾക്ക് ഒരു ശാസ്ത്രീയപരമായിട്ട് ഒരു സംവിധാനത്തിന്റെ നിലക്ക് നമുക്ക് ഒരു പാഠാവലി രൂപീകരിക്കണമെന്ന് പറഞ്ഞു. അസർ നിസ്കാരത്തിനായി നിർത്തിയതായ യോഗം നിസ്കാരാനന്തരം വീണ്ടും ആരംഭിച്ചു. അതിൽ PCS കുഞ്ഞഹമ്മദ് മൗലവി, പാറോൽ ഹുസൈൻ സാഹിബ് എന്നിവർ സംഘത്തിന്റെ പുരോഗമന മാർഗങ്ങളെ സംബന്ധിച്ചും മൗലാന സദഖത്തുള്ള മുസ്ലിയാർ വിശ്വാസപരമായ ചില സംഗതികളെക്കുറിച്ചും യുക്തിപൂർവമായ നിലയിലുള്ളതായ പ്രസംഗങ്ങൾ നടന്നു. മഹാനായ സദഖത്തുള്ള ഉസ്താദ് നവറല്ലാഹു മർക്കദ മഹാനവരുകളും അതേപോലെ തന്നെ പാറോൽ ഹുസൈൻ സാഹിബ് അതേപോലെ കുഞ്ഞഹമ്മദ് മൗലവി ഇവരൊക്കെ അതിൽ മഹത്തായ ഈ സംഗമത്തിന്റെ നേതൃസ്ഥാനത്ത് ഉള്ളവരായിരുന്നു. ഇവരൊക്കെ യുക്തിപൂർവമായ പ്രസംഗങ്ങൾ നടത്തി. മഗ്‌രിബ് ശേഷം യോഗം നിസ്കാരത്തിനായി യോഗം നിർത്തിവെച്ചു. നിസ്കാരാനന്തരം KT ഇബ്രാഹിം മുസ്ലിയാർ എന്നിവർ സാരസമ്പൂർണമായ ഒരു പ്രസംഗം ചെയ്തു. പിന്നെ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ തഖ്ലീദ് കൂടാതെ മതാനുഷ്ഠങ്ങൾ ഒന്നും തന്നെ നടക്കുന്നതായില്ലെന്ന് ഈ മഹത്തായ സമ്മേളനത്തിൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് തഖ്ലീദ് പരമായിട്ട് നമ്മൾ തഖ്ലീദ് ചെയ്യുന്ന മഹാനായ ഇമാമുൽ ഷാഫി പോലുള്ള മഹാന്മാരായ ഇമാമിങ്ങളെ തഖ്ലീദ് ചെയ്യുന്നതിനെ സംബന്ധിച്ചും നമ്മുടെ കർമ്മങ്ങളൊക്കെ തഖ്ലീദ് പ്രകാരമാണ് എന്നുള്ളത് കാര്യകാരണ സഹിതം ആ മഹത്തായ പ്രസംഗത്തിൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അറിയിച്ചു. ഇങ്ങനെയുള്ള മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ മഹത്തായ കാര്യവട്ട സമ്മേളനത്തിൽ ചില പ്രമേയങ്ങൾ പാസാക്കിയിട്ടുണ്ട്.
ഇൻഷാ അള്ളാഹ് വരുന്ന ആഴ്ചകളിൽ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു തആല നാം പറഞ്ഞതും കേട്ടതും അവൻ സാലിഹായ അമലാക്കി മാറ്റുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സകലമാന പാപങ്ങളും അള്ളാഹു പൊറുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ദുആ വസിയത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.